എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പുതിയൊരു സ്ഥലത്തോട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് വിറ്റ്ബി. നോർത്തേൺ ഇംഗ്ലണ്ടിലുള്ള ഒരു സീസൈഡ് ടൗൺ ആണ് ഈ വിറ്റ്ബി എന്ന് പറയുന്നത്. ഞങ്ങൾ നിൽക്കുന്ന മാഞ്ചസ്റ്ററിൽ അടുത്തെങ്ങും കടലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറച്ച് യാത്ര ചെയ്യുക തന്നെ വേണം. രണ്ട് വാക്ക് പറയൂ. വേണ്ട ബാക്കി പക്ഷെ വിറ്റ്ബിയിലോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു ക്ലൂ ഇല്ലായിരുന്നു. എവിടെയാ പോന്നെ? എവിടെയാ പോന്നെ? വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു വഴി നോക്കി, അത് കൂടെ ഒരു കുഞ്ഞു വഴി. ഇത് ഈ ട്രിപ്പ് തന്നെ വർത്താണല്ലോ, ഈ ഡ്രൈവ് തന്നെ വർത്തായിരുന്നു. അതില് നമ്മൾ എവിടെയാണ് പോണത്? ഞാൻ അതില് വഴി ഇറങ്ങി വരുന്നു. ഇവിടെ സിനിമ യൂട്യൂബിനൊക്കെ ഉണ്ടല്ലേ, വെറുതെ വീട് കൊള്ളാലോ. പോകുന്ന വഴികളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യമൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ കാറുകള്, വീടുകള്, ഇത്രയും പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. പാട്ട് വഴിയൊക്കെ ഈ നല്ല മഞ്ഞ പൂക്കളുടെ തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങി അതൊക്കെ ഒന്ന് കാണണമെന്ന്. പക്ഷെ എല്ലായിടത്തും വണ്ടി നിർത്താൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷെ ഇവരെന്നെ പറ്റിച്ചു, അവിടെ നിർത്തിയില്ല. എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ സർവീസ് സ്റ്റേഷനിൽ നിർത്താമെന്ന്. അങ്ങനെ നിർത്തി അവിടുന്ന് കുറച്ച് റാപ്പും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ദേ വീണ്ടും യാത്ര തുടരുകയാണ്. പിന്നെ അങ്ങോട്ട് വിഷ്ണുചേട്ടൻ്റെ പാട്ടായിരുന്നു. പാട്ടങ്ങോട്ട് ഇട്ട കൂടെ പാടാൻ വിഷ്ണുചേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരും.
ഈ മരങ്ങളൊക്കെ കാണുമ്പം എനിക്ക് പണ്ട് കൊടൈക്കനാൽ പോയതാണ് ഓർമ്മ വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷ്ണു ചേട്ടൻ കാര്യമായിട്ട് ലിറിക്സൊക്കെ നോക്കി പാട്ടിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് പാടുകയാണ്. മഞ്ഞപ്പൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രോമിസ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ദേ ഒരു പൂന്തോട്ടം ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ അത് ദേ കാണാനായിട്ട് പോവാണ്. ഈ പോകുന്ന വഴികളൊക്കെ ഈ കാട്ടുചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് പലതും നമ്മുടെ നല്ല മുള്ളുള്ള ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇതേപോലെ ഒരു തോട്ടമായിരുന്നു, കുറച്ചപ്പുറത്തോട്ടായിരുന്നു പൂക്കളുണ്ടായിരുന്നത്. അങ്ങോട്ട് കയറി ഞങ്ങൾ നിന്നില്ല, എന്നാലും ദൂരെ നിന്ന് ഇത്രയും ഇങ്ങനെ ഒന്ന് കണ്ടു. എന്നോട് ക്ഷമിക്കണം ഗൈസ്, മഞ്ഞ പൂപ്പാടം. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് മുതൽ ഇങ്ങനെയാണ് വ്ളോഗ് ചെയ്യുന്നത്, ഫ്രണ്ട് ക്യാമറയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൊറുതനമാണ് ഗൈസ്, ചൊട്ടാൽ ചൊറിയും ഗൈസ്. ഇങ്ങനോ? പക്ഷെ ഫ്രണ്ട് ക്യാമറ അത്ര പോരാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മഞ്ഞപ്പൂവൊക്കെ ദൂരെ നിന്ന് കണ്ട് വീണ്ടും പോവാണ്. അത്യാവശ്യം കുറച്ച് മാഞ്ചസ്റ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ വിറ്റ്ബി. എന്നാലും പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാതെ യാത്ര നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ടും പറ്റും. അതോ 220 ആയി, 220 പോയാൽ ഒറ്റ മൈൻഡ് ഉള്ളതേ. ഓരോ സ്ഥലത്തിനും ഓരോ രീതിയിലുള്ള ഭംഗി നമുക്ക് ഈ ഒരു രാജ്യത്തെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന വഴിയൊക്കെ നല്ല പച്ചപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അത് മാറിയിട്ട് വേറെ ഒരു രീതിയിലോട്ട് ആയി. അത് കാണാൻ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിനി അതിലെ കയറി പോകണ്ടേ? അവിടെ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം കാറൊക്കെ ഒന്ന് സൈഡിൽ ഒതുക്കി അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാമെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഫ്രണ്ടിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഫ്രണ്ടിൽ നല്ല പ്രായമുള്ള ഒരു കപ്പിളാണിത്. അവർ രണ്ടുപേരും ഡ്രൈവ് ചെയ്യും. അപ്പം ഒരാൾ അടുത്ത ഡ്രൈവർ സീറ്റിലോട്ട് മാറിയ കാഴ്ചയാണ് കാണുന്നത്. അവരാണ് ഈ ഫ്രണ്ടിൽ പോകുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇവിടെ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാറുണ്ട്. ഇത്രയും യാത്രകൾ ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് കപ്പിൾസിനെ, എസ്പെഷ്യലി പ്രായമായവരെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ഏകദേശം വിറ്റ്ബി അടുക്കാറായി. അപ്പോൾ ആ ഒരു ബീച്ച് സൈഡിൻ്റെ ഭംഗി ഈ ഒരു ടൗണിൽ കയറുമ്പോൾ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടിട്ട് പോലും ഇല്ല. എനിക്കിങ്ങനെ മനസ്സിലായി. ഇന്നാ ഞാൻ ഫോണിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. അങ്ങനെ മെയിനായിട്ട് ഈ ഒരു ടൗണിലോട്ട് കടക്കുമ്പോഴത്തേക്കുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, അടുപ്പിച്ചടുപ്പിച്ച് നിറയെ വീടുകളാണ്.
പക്ഷേ എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരിടത്ത് കാറൊക്കെ പാർക്ക് ചെയ്തു. ഇവർ രണ്ടുപേരും പോയി കീ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. At last we got the key from the restaurant. Wow. It's very nice. Its name was Helen's Cottage. Wow. The kitchen is really nice. Yeah, this is really nice. Yeah. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വ്ളോഗിൽ ഇതിൻ്റെ ഈവനിങ് വാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഫണ്ണായിട്ടുള്ള വ്ളോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.